ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കമടൽ വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണ റെസിപ്പി. അതിന് ഇതേ വലുപ്പത്തിലുള്ള 2 കഷ്ണം ചക്കമടലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ മേദത്തെ മുള്ളൊക്കെ പോക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ടൊന്ന് 5-8 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. പച്ചയിൽ മാവിൽ മുക്കിയിട്ട് ബജി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പച്ചയും കൊണ്ടിരിക്കും, വെന്ത് കിട്ടില്ല. അതിനാണ് ആവി കയറ്റിയെടുക്കണത്. ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചിട്ട് 2 തട്ട് അതിൽ വെച്ചിട്ട് ഈ ചക്ക കഷ്ണങ്ങൾ 2 തട്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് 5-8 മിനിറ്റ് ആവി കയറട്ടെ. അപ്പോഴേക്കും ഇതുണ്ടാക്കാനുള്ള കൂട്ട് തയ്യാറാക്കുക. ഇങ്ങനത്തെ കപ്പിന് 2 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഈ മാവ് തയ്യാറാക്കിയെടുക്കാൻ. ആദ്യം തന്നെ അധികം വെള്ളത്തിൽ കലക്കിയാൽ ചിലപ്പോൾ ലൂസാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ പാകം നോക്കിയതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ. ഈ ഒരു പാകത്തിലാണ് കേട്ടോ മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരട്ടെ. ആവി നിർത്ത ചക്കമടൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. ഇപ്പോൾ എണ്ണ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഓരോ പീസുകളായിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നല്ല ബജി മറിച്ചിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് തൊട്ട് കോരി മാറ്റാം. ഇതിപ്പം ചക്കമടൽ ബജിയാണെന്ന് ഇപ്പോൾ ആർക്കെങ്കിലും കണ്ടാൽ തോന്നുക ഇല്ല. നല്ല ക്രിസ്പി ഉള്ളൊരു സാധനമാണ് കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ. അടുത്തത് എണ്ണയിലേക്ക് ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മായമില്ലാത്ത ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള നമ്മൾ ഈ കളയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പലവിധം പലഹാരങ്ങളും ഓരനും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പോൾ അത് ഒരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഉള്ളിൽ നല്ല സോഫ്റ്റും മേദ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കമടൽ ബജി റെഡി ആയിട്ടുണ്ട്. ഇനി ചക്കമടലുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.